ഹലോ, അപ്പോൾ അല്ലൂസ് ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു അമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ട്രെയിനാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് ഓട്ടോയിൽ പോകാൻ കാരണം ഇന്ന് അച്ഛൻ്റെ അച്ഛനും അമ്മയും കുഞ്ഞിപ്പെണ്ണും ഞാനും സന്ദീപേട്ടനും ഉണ്ട്. അപ്പോൾ ഇത്രയും പേരുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ എറണാകുളത്ത് തന്നെ എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി, ഞാനും അച്ഛൻ്റെ അമ്മയും സന്ദീപേട്ടനും കൂടി ഒരു സീറ്റിലിരുന്ന്, അപ്പുറത്തെ അച്ഛനും അമ്മയും കുഞ്ഞിപ്പെണ്ണും കൂടി അപ്പുറത്തെ സീറ്റിൽ വരുന്നു. അങ്ങനെ പിന്നെ മെമു ആയിരുന്നു ട്രെയിൻ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് തിരക്കുണ്ടാകത്തില്ല. ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും രാവിലെ കൂടുതലായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം ഈ മണ്ഡലമാസം ആയതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ ഈ മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന പാടവും നിറയെ നല്ല മഞ്ഞുള്ള സമയമായിരുന്നു. അപ്പം കുഞ്ഞിപ്പെണ്ണ് ഉറക്കമാണ്. കുഞ്ഞിപ്പെണ്ണ് മഞ്ഞ വഴി കാറ്റടിക്കുമ്പോൾ തന്നെ ഉറങ്ങും. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറക്കമാണ്. അപ്പം ഇന്നും ട്രെയിനകത്തിരുന്നാണ് കുഞ്ഞിപ്പെണ്ണ് കണ്ണും പൊട്ടൊക്കെ വെച്ചത്. കാരണം കുളിച്ച ഉടനെ അവൾ ഇത്തിരി അലമ്പായത് കൊണ്ട് നമ്മൾ കണ്ണും പൊട്ടൊന്നും വെച്ചില്ലായിരുന്നു. അപ്പോൾ ട്രെയിനകത്തിരുന്ന് ഞാൻ കണ്ണും പൊട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സന്ധ്യവേട്ടൻ ആ സമയം കൊണ്ട് ഈ ട്രെയിനിൻ്റെ സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാടത്ത് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വീഡിയോ എടുത്ത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കോട്ടയത്തുള്ള മള്ളിയൂർ എന്ന് പറയുന്ന ഒരു അമ്പലത്തിലേക്കാണ്. അത് ഗണപതി ക്ഷേത്രമാണ്. അവിടെ ഗണപതിയുടെ മടിയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അമ്പലത്തിൽ. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ ചെല്ലും. 1.5 മണിക്കൂർ ഏകദേശം, ട്രെയിനാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെല്ലും. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം പോകുന്ന വഴി, കാരണം ഈ കോട്ടയം ഭാഗമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം പാടവും ഇതൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം പച്ചപ്പൊക്കെ പിടിച്ച് കിടക്കണ സ്ഥലമായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട നല്ല മഞ്ഞുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റായിരുന്നു. അപ്പോൾ അത്യാവശ്യം നമ്മൾ കുളിച്ചിട്ട് കൂടി ഉള്ളത് കൊണ്ട് നല്ലവണ്ണം തണുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചൊരു 2 കിലോമീറ്ററോ അത്രയും കണ്ടു കൂടി ഉണ്ട് ഇനി അമ്പലത്തിലേക്ക്. അപ്പം നമ്മൾ പതിയെ നടന്ന് വന്നപ്പോൾ നമ്മൾ പിന്നെ വീണ്ടും അവിടെ നിന്ന് ഓട്ടോയിലാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത്. അപ്പം നമ്മൾ റെയിൽവേ ക്രോസിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് അത് അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പം അങ്ങനെ ഒരു ട്രെയിൻ വന്നപ്പോൾ 2-3 ചേച്ചിമാർക്ക് ട്രെയിനിൽ കയറാൻ പറ്റാതായപ്പോൾ ട്രെയിൻ എടുത്ത് പോവുകയും കൂടി ചെയ്തപ്പോൾ ഞങ്ങൾ അതൊക്കെ അങ്ങനെ കണ്ട് നിന്നിട്ട് നേരെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം സ്വാമിമാർ ഒരുപാട് പേര് അമ്പലത്തിലുണ്ടായിരുന്നു. അത്യാവശ്യം പിന്നെ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. പിന്നെ ഈ അമ്പലത്തിൽ ഈ സമയത്ത്, മണ്ഡലമാസ സമയത്ത് അന്നദാനം ഉണ്ടാവും. നമുക്ക് രാവിലെ 6:30 തൊട്ട് രാത്രി 11:30 വരെ നമുക്ക് അന്നദാനം എപ്പോൾ വന്നാലും കിട്ടും. അപ്പോൾ കഞ്ഞിയും പയറും അച്ചാറും ഉണ്ടായിരുന്നു, നെല്ലിക്ക അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫുള്ള് തൊഴുതിട്ടൊക്കെ വന്നിട്ട്, അപ്പോൾ തേങ്ങ അടിക്കണ വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ കഞ്ഞിയൊക്കെ കുടിക്കാൻ വന്ന്. അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വന്നതിനപ്പം അച്ഛനും അമ്മയൊക്കെ അവിടെ ബുക്കൊക്കെ വാങ്ങാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ അന്നദാനം നടക്കണതിൻ്റെ ഇപ്പുറത്ത് ഒരു പാടം പോലെയാണ്. ആ പാടത്ത് നിറച്ച് ഇങ്ങനെ പുല്ല് പിടിച്ചിട്ട് ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, നല്ലൊരു സ്ഥലമായിരുന്നു. ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കണം അവിടെ കൂടി നടക്കാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും കുറച്ച് നേരം അവിടേക്ക് ഇരുന്നിട്ട് പുറത്തേക്ക് വന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇരുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.